വണ്ടിപ്പെരിയാർ പോളിടെക്നിക് കോളേജിൽ ഓൺലൈൻ പരീക്ഷാ സംവിധാനം ഏർപ്പെടുത്തുമെന്ന മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. സിൽവർ ജൂബിലിയുടെ ഭാഗമായി നിർമ്മിച്ച പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. വണ്ടിപ്പെരിയാർ സർക്കാർ പോളിടെക്നിക് കോളേജിൽ പുതിയതായി നിർമ്മിച്ച അക്കാദമിക് ബ്ലോക്കിലെ പുതിയ കമ്പ്യൂട്ടർ ലാബിൽ ഓൺലൈൻ പരീക്ഷാ സംവിധാനം ഏർപ്പെടുത്തുമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. കോളേജിന്റെ രജത ജൂബിലിയോടനുബന്ധിച്ച് നിർമ്മിച്ച പുതിയ അക്കാദമിക് ബ്ലോക്കിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഓൺലൈൻ പരീക്ഷാ കേന്ദ്രം സജ്ജമാക്കുന്നതോടെ മലയോര മേഖലയിലെ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ഏറെ ദൂരം യാത്ര ചെയ്യാതെ ഇവിടെ തന്നെ പരീക്ഷ എഴുതുന്നതിനുള്ള സൗകര്യം ഇതുവഴി ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. പ്രവേശനം ഉൾപ്പെടെയുള്ള ഓൺലൈൻ പരീക്ഷകൾ തുടങ്ങിയവ നടത്തുന്നതിനാവശ്യമായ ക്രമീകരണങ്ങളാകും ഇവിടെ ഏർപ്പെടുത്തുക. 280 കമ്പ്യൂട്ടറുകൾ ഉൾപ്പെടുന്ന ലാബാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. തൊഴിലുറപ്പ് നൽകുന്ന പഠനമാണ് ഇപ്പോൾ പോളിടെക്നിക് കോളേജുകളിൽ നടന്നു വരുന്നത്. എക്സ്പീരിയൻഷ്യൽ പഠനത്തിനാണ് ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത്. പോളിടെക്നിക്കുകൾ വളരെ നേരത്തെ തന്നെ ആ ദിശയിൽ പഠന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പ്ലേസ്മെന്റിന്റെ കാര്യത്തിൽ പോളിടെക്നിക് കോളേജുകൾ മറ്റെല്ലാ കലാലയങ്ങളെക്കാട്ടിലും അതിശയിപ്പിക്കുന്ന പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. തൊഴിൽ മേഖലകളിൽ 96% വിദ്യാർത്ഥികൾക്കും ജോലി ലഭിക്കുന്നു. പഠനത്തോടൊപ്പം തൊഴിൽ ആഭിമുഖ്യം വളർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി നടപ്പിലാക്കുന്ന പഠനത്തോടൊപ്പം സമ്പാദ്യം ഇൻഡസ്ട്രിയൽ ഓൺലൈൻ ക്യാമ്പസ് പ്രോജക്റ്റുകൾ വളരെ മികച്ച രീതിയിൽ തന്നെ മുന്നേറുകയാണ്. വണ്ടിപ്പെരിയാർ പോളിടെക്നിക് കോളേജും ഇത്തരം പ്രോജക്റ്റുകൾ ഏറ്റെടുക്കണം. പഠനത്തോടൊപ്പം സമ്പാദ്യം പദ്ധതിയുടെ ഭാഗമായി ഒരു വർഷം 20 ലക്ഷം രൂപ സമാഹരിക്കാൻ വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആസ്പ കേരള 150ലധികം സ്കിൽ തൊഴിൽ നൈപുണ്യ വികസന കോഴ്സുകൾ നടത്തുന്നുമുണ്ട്. കണക്ട് ടു ക്യാമ്പസ് പദ്ധതി വിദ്യാർത്ഥികളുടെ നൂതന ആശയങ്ങൾ സാക്ഷാത്കരിക്കുന്നു. ഇതിനാവശ്യമായ ഫണ്ട് 5 മുതൽ 25 ലക്ഷം രൂപ വരെ യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാമിലൂടെ നൽകുന്നു. സ്റ്റാർട്ടപ്പ് മിഷനുകളുടെ സംരംഭകർക്ക് എല്ലാ പിന്തുണയും നൽകുന്നതായും മന്ത്രി പറഞ്ഞു. കലാലയ സമൂഹത്തിന് സമർപ്പിക്കാൻ സാധിച്ചതിനുള്ള അഭിമാനവും സന്തോഷവും ബഹുമാന്യനായ MLA-യോടൊപ്പം ഞാനും പങ്കുവയ്ക്കുകയാണ്. 25 വർഷക്കാലത്തെ ഈ സ്ഥാപനത്തിന്റെ മുന്നേറ്റത്തിനിടയിൽ ഇതിനാവശ്യമായ സ്ഥലം ലഭിക്കാൻ ഉൾപ്പെടെ ജനപ്രതിനിധികളും പൗരസമൂഹവും നടത്തിയിട്ടുള്ള ശ്ലാഘനീയമായ ഇടപെടലുകൾ ഇവിടെ പരാമർശിക്കപ്പെട്ടു. ഒരു കലാലയം സാധ്യമാക്കുന്നതിന് വേണ്ടി കൈകോർത്ത് പിടിക്കുകയും പിന്നീട് അതിന്റെ വികസന മുന്നേറ്റങ്ങളിലും യോജിപ്പോടെ നിൽക്കുകയും ചെയ്ത എല്ലാ ജനപ്രതിനിധികളെയും നേതാക്കളെയും എല്ലാം അദ്ദേഹത്തിന്റെ ഭാഷയിൽ ഈ സന്ദർഭത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇന്നിപ്പോൾ വളരെ വിസ്തൃതമായ തികച്ചും ആധുനികോത്തരമായ മുഖച്ഛായയുള്ള മികച്ച ഗുണനിലവാരമുള്ള ബഹുനില കെട്ടിടമാണ് ഈ അക്കാദമിക് ബ്ലോക്ക് എന്ന നിലയിൽ നമുക്ക് സാക്ഷാത്കരിക്കാനായത്. തീർച്ചയായും ഈ പോളിടെക്നിക്കിൽ ഇപ്പോൾ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, ഇനിയും വരാനിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഏറ്റവും മികച്ച ഗുണമേന്മയുള്ള ഉന്നത വിദ്യാഭ്യാസ സാഹചര്യം ഇവിടെ ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം. ലാബ് സൗകര്യങ്ങളെല്ലാം കാലാനുസൃതമായ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എല്ലാവിധ പിന്തുണയും
സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുകൂടി സസന്തോഷം അറിയിച്ചുകൊണ്ട് 9.63 കോടി രൂപ കിഫ്ബി പദ്ധതിയിലൂടെയും 49 ലക്ഷം രൂപ DTEയുടെ പ്ലാൻ ഫണ്ടിലൂടെയും അനുവദിച്ചുകൊണ്ട് നിർമ്മാണം പൂർത്തീകരിച്ച ഈ അക്കാദമിക് ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് സസന്തോഷം അറിയിക്കുകയാണ്. ബഹുമാന്യനായ MLA ഇവിടെ മുന്നോട്ട് വെച്ച എല്ലാ ആവശ്യങ്ങളും വളരെ അനുഭാവപൂർണ്ണം ഏറ്റവും പെട്ടെന്ന് പരിഗണിക്കുന്നതാണ് എന്ന് കൂടി സദസ്സിനെ അറിയിക്കുകയാണ്. ഇപ്പോൾ 250 കമ്പ്യൂട്ടറുകൾ സജ്ജീകരിക്കാവുന്ന കോമൺ കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റി ഉൾപ്പെടെ 2-3 ലാബുകൾ കമ്പ്യൂട്ടറുകൾക്കായിട്ട് ഇവിടെ സജ്ജീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് പ്രവേശന പരീക്ഷകളും PSC പരീക്ഷകളും എല്ലാം നമുക്ക് ഭാവിയിൽ നടത്താൻ സാധിക്കും. ഓൺലൈനായി നടത്തുന്ന എല്ലാ പരീക്ഷകളും ഇവിടെ നടത്താൻ സാധിക്കും എന്നുള്ളതാണ് സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതിനാവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഉണ്ടാക്കുന്നതാണ് എന്ന് ഒരിക്കൽ കൂടി സൂചിപ്പിക്കുകയാണ്. ഈ മലയോര മേഖലയിലുള്ള ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും ഏറെ ദൂരം യാത്ര ചെയ്യാതെ ഇവിടെ തന്നെ ആ പരീക്ഷകൾ അറ്റൻഡ് ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു നല്ല കാര്യം ഇതിന്റെ ഭാഗമായിട്ട് നടക്കുകയാണ്. 10 കോടിയിലേറെ തുക ചെലവഴിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ കെട്ടിടം സജ്ജീകരിച്ചിട്ടുള്ളത്. ഇനി ഒരു ഓഡിറ്റോറിയം, കുട്ടികൾക്ക് കളിക്കുന്നതിന് വേണ്ടി ഒരു ഗ്രൗണ്ട്, സ്റ്റേഡിയം ഒക്കെയാണ് ബഹുമാനപ്പെട്ട MLA ആവശ്യപ്പെട്ടിരിക്കുന്നത്. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് ലഭിക്കുന്ന പ്ലാൻ ഫണ്ട് വിഹിതത്തിന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് അതെല്ലാം ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച യോഗത്തിൽ വാഴൂർ സോമൻ MLA അധ്യക്ഷനായിരുന്നു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP മുഖ്യ പ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജച്ചൻ നീരണാംകുന്നിൽ, പീരുമേട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R സെൽവത്തായി, ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗം SP രാജേന്ദ്രൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KD അജിത് കുമാർ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല കുളത്തിങ്കൽ, പീരുമേട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജി പൈനാടത്ത്, വണ്ടിപ്പുര ഗ്രാമപഞ്ചായത്ത് അംഗം പ്രിയങ്ക മകേഷ്, സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് SJD ആനി എബ്രഹാം, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ S സാബു, TH അബ്ദുൾ സമദ്, വ്യാപാര വ്യവസായ സമിതി ഭാരവാഹി C ജയകുമാർ, PTA വൈസ് പ്രസിഡന്റ് ബിജു വർഗീസ്, കോളേജ് യൂണിയൻ ചെയർമാൻ അച്ചു ഷാജി, പ്രിൻസിപ്പൽ B അഞ്ജു, സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ PR ടാലിജ്, കിറ്റോ പ്രോജക്ട് മാനേജർ PM യൂസഫ് തുടങ്ങിയവർ പങ്കെടുക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.